മുജ്തബ ഖമേനിയെ ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തതിലൂടെ ആ രാജ്യം കീഴടങ്ങാൻ ഒരുക്കമല്ലെന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത്. നിർണായക വോട്ടെടുപ്പ് അടിസ്ഥാനമാക്കിയാണ് മുജ്തബയെ തെരഞ്ഞെടുത്തതെന്നാണ് പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്ന 88 മതപണ്ഡിത സമിതിയായ അസംബ്ലി ഇപ്പോൾ അറിയിക്കുന്നത്. തൽക്കാലം അമേരിക്കയുമായി ഒരു കരാറിനോ ചർച്ചകൾക്കോ സമ്മതിക്കാൻ ഇറാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറയാതെ പറയുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ എന്ന് വ്യക്തം. കാരണം ഖമേനിയുടെ പിന്തുടർച്ചക്കാർ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും അവരെയും വകവരുത്തുമെന്നും ഇസ്രായേൽ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊന്നും യുദ്ധം അവസാനിക്കാൻ സാധ്യതയില്ല എന്നർത്ഥം. ഈ അവസരത്തിൽ ആരാണ് മുജ്തബ എന്നുകൂടി അറിയേണ്ടതുണ്ട്. എങ്കിലേ ഇറാൻ്റെ ആ സന്ദേശം പൂർണ്ണമായി മനസ്സിലാക്കാനാവും. ആയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ. ഇസ്രയേലിൻ്റെ ബോംബാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഉപ്പയും ഉമ്മയും ഭാര്യയും സഹോദരിമാരുമെല്ലാം നഷ്ടപ്പെട്ട അനാഥമാക്കപ്പെട്ട 56-കാരൻ. പിതാവായ ഖമേനിയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്നെങ്കിലും എന്തുകൊണ്ടോ ബോംബാക്രമണ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടതും. വാസ്തവത്തിൽ അതുവരെ ഖമേനിയുടെ ഓഫീസിലേക്കുള്ള പ്രവേശനം തുടങ്ങി എല്ലാ രാഷ്ട്രീയ സുരക്ഷാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ചിരുന്ന അദ്ദേഹം എന്തുകൊണ്ട് അപ്പോൾ അവിടെ ഉണ്ടായില്ല എന്നത് ദുരൂഹമാണ്. ചെറുപ്പത്തിൽ പിതാവിൻ്റെ ഇഷ്ടാനുസരണം ഇസ്ലാമിക ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടാകുന്നത്. ആ അവസരത്തിൽ പഠനം ഉപേക്ഷിച്ച് തൻ്റെ 18-ാം വയസ്സിൽ 1987 IRGC എന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ ചേർന്നു. യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചു. യുദ്ധം അവസാനിക്കുന്നതുവരെ മുജ്തബ യുദ്ധമുഖത്തുണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ പഠനം പൂർത്തിയാക്കാൻ വീണ്ടും കേം മതപഠന കേന്ദ്രത്തിൽ പോയി പഠനം തുടർന്ന് അവിടെ തന്നെ ഇസ്ലാമിക ശാസ്ത്ര അധ്യാപകനായി ചേർന്നു. വീണ്ടും രാജ്യം ഇസ്രായേൽ ഭീഷണി നേരിട്ടപ്പോൾ മുജ്തബ ബാസിദ് അർദ്ധസൈനിക വളണ്ടിയർ മിലീഷ്യയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അത് 2009-ലാണ്. എങ്കിലും അദ്ദേഹം ഇതുവരെ ഇറാൻ്റെ രാഷ്ട്രീയത്തിൽ ഭാഗവാക്കായിരുന്നില്ല. പല രാഷ്ട്രീയക്കാരെയും പോലെ മകനെ തൻ്റെ പിൻഗാമിയാക്കണമെന്ന ലക്ഷ്യം ഖമേനിക്കുണ്ടായിരുന്നോ എന്നറിയില്ല. അതിനുള്ള സൂചന നൽകുന്നതാണ് ഇറാൻ രാഷ്ട്രീയത്തിൽ മുജ്തബയ്ക്കുള്ള രഹസ്യ സ്വാധീനം. കടുത്ത നിലപാട് സ്വീകരിച്ച പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദിനെ വീണ്ടും തെരഞ്ഞെടുക്കുന്നതിനെ പലരും എതിർത്തപ്പോൾ അദ്ദേഹം പിന്തുണയ്ക്കുകയും തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മുജ്തബ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. ഇതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളാണ് ഗ്രീൻ മൂവ്മെൻറ്റ് എന്ന് വിളിക്കപ്പെടുന്നത്. ഇതിനെ ക്രൂരമായി തന്നെ അടിച്ചമർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതോടെ ഇറാനിലെ ഭരണവ്യവസ്ഥയിലെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന കരുത്തനായ വ്യക്തി എന്നാണ് മുജ്തബ അറിയപ്പെടുന്നത്. അതായത് പിതാവിനെപ്പോലെ ഒരുപക്ഷെ അതിൽ ഒട്ടും കുറയാത്ത കടുത്ത നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് മുജ്തബ എന്നർത്ഥം. ഇറാൻ പ്രതിസന്ധി നേരിടുമ്പോഴെല്ലാം മുജ്തബ യുദ്ധമുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യുദ്ധം പുത്തരിയല്ല. ബോംബുകൾ കണ്ട് ഭയക്കുന്ന വ്യക്തിയല്ല മുജ്തബ എന്ന് മാത്രമല്ല, ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട മുജ്തബയ്ക്ക് ഇനി മുന്നും പിന്നും നോക്കാനില്ല. മുറിവേറ്റ സിംഹത്തെപ്പോലെ പ്രതികാരദാഹിയായി അദ്ദേഹം യുദ്ധം തുടരുമെന്ന കാര്യം ഉറപ്പാണ്. ഈ അവസരത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമാണ്. പഹ്ലവിയുടെ രാജവാഴ്ചയെ എതിർക്കുകയും രാജാവകാശം തലമുറകളിലേക്ക് കൈമാറുന്നത് ഇസ്ലാമികമല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താണ് ഇറാനിലെ പഹ്ലവി ഭരണകൂടത്തിനെതിരെ ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം നടത്തുകയും 1979 അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തത്. പക്ഷേ മുജ്തബയെ അധികാരത്തിലേറ്റുന്നതോടെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പുള്ള പഹ്ലവി രാജവാഴ്ച ഇത് അനുസ്മരിപ്പിക്കുന്നു എന്നുകൂടി പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. മകനായിപ്പോയത് മുജ്തബയുടെ അയോഗ്യതയാണെന്നും പറയാനാവില്ല. അതെന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വിജയം വരെ അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നവരെ മുജ്തബ യുദ്ധം തുടരുക തന്നെ ചെയ്യും. അതിനിടയിൽ അമേരിക്കയും ഇസ്രായേലും ആ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യും. ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായിരുന്ന പേർഷ്യയുടെ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ഒരു രാജ്യത്തിൻ്റെ എന്നേക്കുമുള്ള പതനത്തിൻ്റെ സൂചനയാണ് ഇത് നൽകുന്നത്.